ഏതാണ്ട് നാരങ്ങ നന്നാക്കി ഉണ്ടാക്കാണ് കേട്ടോ. നല്ല നാരങ്ങ ഉണ്ടല്ലേ, ഇത് ഇവിടുന്ന് പൊട്ടിച്ചത് തന്നെയാണ്. അപ്പൊ അതാ ചീനമുളക് ഉണ്ട്, ഒടിച്ചുത്തി നാരങ്ങാന്ന് പറയും, അതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലാസ്സുമ്മ വെച്ചിട്ടാണ് ഞങ്ങൾ അരിയുന്നത് കേട്ടോ. അപ്പൊ ഇവർക്കൊക്കെ ഒന്ന് എരിയും ചൊടിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങ ഉണ്ടാക്കും, അച്ചാറുണ്ടാക്കാണ്. അപ്പൊ എനിക്കിതാ പച്ചമുളക് കുറെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചീനമുളക് ഉണ്ടല്ലേ, ചീനമുളക് കുറെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഉപ്പ് പാകത്തിന് അവിടെ നിന്ന് ഇട്ടുകൊണ്ടുവരും, മുളക് പൊടി ഒക്കെ ഇട്ടാ ഞങ്ങൾക്ക് അച്ചാറായിട്ടോ. നല്ല ഒരു ഇതിലായിരുന്നു. അപ്പൊ ഇതാക്കിക്കോ, മറ്റേ ഇതും അമർത്തേക്ക്. ഇത് ഉപ്പാണ്, പിങ്ക് സോൾട്ട് ആണിത്. പിന്നെ ഇതാ മുളക് പൊടി, റെഡ് ചില്ലിയാണ്. റെഡ് ചില്ലി അതൊന്നും പറയണ്ട, ഇത് രണ്ടും ഇപ്പൊ ഇതില് ചേർക്കും. പിന്നെ വെളിച്ചെണ്ണ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതാ ഒരാള് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരാൾ ഇതാക്കി കൊടുക്കുന്നുണ്ട്, മറ്റാള് ചെത്തുണ്ട്. പച്ചമുളക് പച്ചമുളക് വീഡിയോ ഇടാണ് ഞാന്. പച്ചമുളക് ഹലോ കൂട്ടുകാരെ, ഇതൊക്കെ ഞങ്ങള് ആശ്രമത്തിലാണ്. ഇതാ കണ്ടില്ലേ, നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. നല്ല കാടൊക്കെ പിടിച്ച് നല്ല ആശ്രമവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ. അപ്പൊ നമ്മള് അധികം വല്ലാതെ ഇതൊക്കെ ആക്കിയിട്ടുള്ള ഇതല്ലല്ലോ, ആർഭാട ജീവിതമല്ലല്ലോ. അപ്പൊ അതുപോലെയുള്ള ഒരു ഇതാണ്. നമ്മളിതാ പൂക്കളൊക്കെ പിടിപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്, ശംഖുപുഷ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കാവ് പ്രതിഷ്ഠയ്ക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, കാവ് പ്രതിഷ്ഠ. അപ്പൊ അതാ പ്രതിഷ്ഠകളൊക്കെ അവിടെ 40 മരവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഞങ്ങള് നാളെ അതൊക്കെ പ്രതിഷ്ഠിക്കും, മറ്റന്നാ കളം. അങ്ങനെയാണ്. മറ്റന്നാ അതൊക്കെ പ്രതിഷ്ഠിക്കും. പിന്നെ അതിന്റെ പിറ്റേന്നാണ് കളം ഉള്ളത്. അപ്പോൾ ഒരു നാഗക്കളും ഒരു ഭൂതക്കളമാണ് ഉള്ളത്. പിന്നെ ഇതാ കണ്ടില്ലേ, പേര എല്ലാതും. ഇവിടെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ സാധനങ്ങളുണ്ട്. പയറ്, ഓമക്കായ, ചീനമുളക്, പിന്നെ പരിപ്പ്, മുതര, അരി, നെല്ല് ഇതാക്കിയിട്ട്, പിന്നെ എന്താ പറയുക, ചീനമുളക്, പിന്നെ ഓമക്കായ, പേരക്കായ, ചേമ്പ്, അങ്ങനെ തുടങ്ങിയില്ല എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടാണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ സാധനങ്ങൾ. പിന്നെ ചെടികൾ, തെച്ചി, പിച്ചകം, ചേടകം, ചെമ്പരത്തി, എരുക്ക്, നല്ല മുല്ല, മണമുള്ള, തൃത്താവ്, ഇതെല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെയാണ് കാണ്ടാർവനം പോലെയാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ മുഴുവനും. അവിടെ ഒരു പ്രതിഷ്ഠ, അവിടെ ചേച്ചി മാത്രമായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് 9 പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ 10 പ്രതിഷ്ഠകളാണ് ഇവിടെ മറ്റന്നാ പ്രതിഷ്ഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതങ്ങനെ. പിന്നെ താമരക്കുളം, ഉള്ളിലത്തെ വിശേഷം കാണാം. നല്ല താമരക്കുളം. ഇത് വൈകുന്നേരം അപ്പോഴേക്കും വിരിഞ്ഞ് ഇതാവട്ടോ. എന്നാലും ഞങ്ങൾ വരുമ്പോ 2-3 വിരിഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റും. മഴ പെയ്യണ വെള്ളമൊക്കെ ഇതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇന്ന് കാലത്തൊരു മഴ തൂളി, അതൊക്കെ ഇതിലേക്കാണ് വെള്ളം വന്ന് വീണത്. അവിടെ 4 പുറത്തും ഇങ്ങനെയുള്ളത്. ഇതിനുള്ളിൽ നിറച്ച് മീനുകളുണ്ട്, മീന്. പിന്നെ ഓരോ ബിംബങ്ങൾ, സിംഹം, അങ്ങനെ ഓരോ ബിംബങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പാറു ചേച്ചിയാണ് കേട്ടോ. ഇതൊക്കെ പാറു ചേച്ചിയുടെ ഫോട്ടോ. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ പാറു ചേച്ചിയാണ്. ഇവിടെ നല്ലൊരു ഫോട്ടോ ഉണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ പാറു ചേച്ചിയുടെ ഫോട്ടോകളാണ്. ഇതാണ് പാർവതി മാഡം. അതാണ് നമുക്ക് ഈ കളങ്ങളൊക്കെ അവരുടെയാണ്. ഈ ആശ്രമം അവരുടെയാണ്. പിന്നെ രാധയും കൃഷ്ണനും രാധയുടെയും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇലച്ചെടികളൊക്കെ ഉണ്ട്. ഓരോ റൂമുകളാണ്, നമുക്ക് ഓരോ റൂം തന്നിട്ടുണ്ട്. അപ്പൊ അതാ പാറു ചേച്ചിയുടെ വേറെ ഒരു ഫോട്ടോ. പിന്നെ നമുക്കതാ ഇവിടെ കുട്ടികളൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത്. ബെഡ് ഇട്ടുണ്ട്. തവള ഏതാ കയറി വരുന്നു. തവള കണ്ടില്ലേ, തവള അതാ കയറി വരുന്നു. തവളയുടെ കൂടെ ചിലപ്പോ പാമ്പ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ തവള അതാ കയറി വരുന്നുണ്ട്. പിന്നെ ചേച്ചി 4 ഇതായിട്ടാണ് പാറു ചേച്ചി ഇത് അടിക്കും, തമ്പുരു മീട്ടും, ഗാനം, പാട്ട് പാടും, ഡാൻസ് കളിക്കും. അങ്ങനെയാണ് പാറു ചേച്ചിയുടെ ഓരോ ഇത് കേട്ടോ. അതുപോലെ
ഓരോരുത്തർ വരച്ചിട്ട് കൊടുക്കുന്നതാണ് പാർവതി ഗോൾഡിന്. അങ്ങനെ അപ്പൊ നമ്മളിവിടെ ആശ്രമവാസികൾ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട്. ഇനി നാളെ കുറേ ആൾക്കാർ വരും, മറ്റന്നാൾ കുറേ ആൾക്കാർ വരും. അങ്ങനെയാണ്. അപ്പൊ ഇവിടുത്തെ ജീവിതം തന്നെ അങ്ങനെയാണ്. പിന്നെ ഓരോ റൂമിലും ഓരോരുത്തരുണ്ടാവും. ആശ്രമത്തിന്റെ ആൾക്കാരായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. നമ്മുടെ ഇത് നാരങ്ങ ആയോ എന്നുള്ളത് നോക്കാം. വരും, നാരങ്ങ ആയോ എന്നുള്ളത് നോക്കാം. നാരങ്ങ ഇപ്പൊ ആയിണ്ടാവും കേട്ടോ കൂട്ടരെ. നാരങ്ങ 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 വേപ്പിന്റെ ഇലട്ടു നാരങ്ങയില് കൊടുക്ക് എന്റെ പ്രേക്ഷകർക്ക്. കണ്ണാ നാരങ്ങ ഇതായി കണ്ടില്ലേ? ഇനി ഇതില് ഓരോരുത്തര് ഓരോ പണികളാട്ടോ. അപ്പൊ നാരങ്ങ സൂപ്പർ നാരങ്ങയാണ്. ഇവിടുന്ന് പൊട്ടിച്ച നാരങ്ങ കേട്ടോ. കണ്ട ഇതൊക്കെ കൊണ്ടുപോവാണ് കേട്ടോ. പ്രതിഷ്ഠിത സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്. ഒക്കെ കൊണ്ടുപോയി അവിടെ സെറ്റാക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ അത് 100 ഏക്കറയിലുള്ള ഒരു ഭൂമിയാണ് ഈ ആശ്രമം. അതിൽ 50 ഏക്കർ നാഗങ്ങൾക്കായിട്ട് ഇട്ട് വെച്ചിക്കാണ്. നാഗങ്ങൾക്കായിട്ടുള്ള പ്രതിഷ്ഠയും കാര്യങ്ങളും എല്ലാതുമായിട്ട് ആക്കി വെച്ച് ഇതാക്കിക്കാണ്. ചെടികളും ആല് അരയാല് എന്താ കയ്പ എന്താ പറയുക വേപ്പിൻ്റെ ഇല, കയ്പം വേപ്പിൻ്റെ ഇല, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ്. നാഗങ്ങൾക്കായിട്ട് അവര് ആശ്രമ ഇതാണ്. അപ്പൊ ഇതാ കുറെ ആൾക്കാർ ഇതാ ആശ്രമവാസികളാണ്. ആ പോണതൊക്കെ അവരൊക്കെ ഇതൊക്കെ ആ പണിക്കാരാണ് കേട്ടോ. ആ കൊണ്ടുപോയത് അതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് പണിക്കാരാണ്. ഇത് ആശ്രമവാസികളാണ് ആ പോണതൊക്കെ. അപ്പൊ നമ്മള് ഇത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കിയത് പാറുചേച്ചിയാണ്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിയെന്ന് നോക്കിക്ക്. അത്ഭുതം തോന്നും. അതേപോലെയാണ് പാറുചേച്ചി ഇതൊക്കെ ഉണ്ടാക്കിയത്. മറ്റേ വിഗ്രഹങ്ങളൊക്കെ കല്ല് കൊത്തിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. നാളെ മറ്റന്നാൾ പ്രതിഷ്ഠകളൊക്കെ കൊത്തി കൊണ്ടുവന്നതാണ്. ഇത് കളിമണ്ണുകൊണ്ട് ചേച്ചി ഉണ്ടാക്കിയതാണ് ഈ പ്രതിഷ്ഠകൾ. പക്ഷേ ഇതാക്കിയത് പ്രതിഷ്ഠിച്ചതൊക്കെ ഞങ്ങളാണ് കേട്ടോ. ഞങ്ങൾ വന്ന് പാട്ട് പാടി എല്ലാം ചെയ്ത് ശരിയാക്കി വെച്ചത്. എന്താ അഷ്ടകോണാണ്. അഷ്ടകോണിലാണ് ഇത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അഷ്ടകോണിലാണ് ഈ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നാഗേക്ഷി, നാഗരാജാവ്, പിന്നെ എന്താ പറയുക നാഗമാതാവ് എല്ലാം ഉണ്ട്. നാഗങ്ങൾ, കരിനാഗം, മണിനാഗം, അഞ്ഞനമണിനാഗം എല്ലാ നാഗങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പാട്ട് പാടി കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ചെയ്തത്. ഈ വയലും ഈ കാര്യങ്ങളും ഇതൊക്കെ അവരുടെയാണ്, ഈ ആശ്രമവാസികളുടെയാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷേ ചെറിയ അവർ ആശ്രമവാസികളാവുക കാരണം കൊണ്ട് ചെറിയ ആർഭാട ജീവിതങ്ങളൊന്നുമില്ല. ചെറിയ ഇങ്ങനെ പരമ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് അവർ ജീവിക്കുള്ളൂ. അല്ലാതെ കുറേ ആർഭാടങ്ങളായിട്ട് ടെറസ് വീടുകളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഇതിനനുസരിച്ച് മാത്രമാണ് പിന്നെ അവരുടെ ജീവിതം കേട്ടോ. ആശ്രമവാസികളാണെന്നുള്ള ഇതിലാണ് ജീവിതം. ഒന്നുകൂടിയും കട്ടാക്കിക്കോ. ഇതാ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എല്ലാവരും കിണ്ണങ്ങളൊക്കെ കഴുകി ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. മേശമേലൊക്കെ ഇരിക്കേണ്ടതാ കണ്ടില്ലേ. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഞങ്ങൾ വന്ന 14 ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഒരു ബംഗാൾ യാത്രയിലുണ്ടായ ഒരു കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കണ്ടില്ലേ എല്ലാവരും ഇതാ കുട്ടി നായ്ക്കളുണ്ട് കേട്ടോ. കുറേ നായ്ക്കളുണ്ട്. പാറശേച്ചിൽ ഒന്നാമത്തേതാണ് നായ്ക്കൾ. ഇതാ കണ്ടില്ലേ നായ്ക്കളുണ്ടായില്ലേ. അതാ കൊണ്ടുവരും. ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ അതാ കൊണ്ടുവരുന്നു. ഇനി പാറശേച്ചി എല്ലാവരും കൂടി വന്നിരുന്നിട്ടാണ് വേണമെങ്കിൽ ഭക്ഷണം കാണിക്കണമെങ്കിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കെറ്റിലിൽ വെള്ളം, നല്ല വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കെറ്റിൽ അവിടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചായ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കെറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാം. അങ്ങനെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവിടെ. എല്ലാം ക്ലിയറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ
കിടക്കകൾ നേരെ വിരിച്ചിട്ടുണ്ട്. എല്ലാവരും വരുമ്പോഴേക്കും കിടക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് വിശ്രമം കൂടി ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നന്നായി കിടന്നുറങ്ങി ഞങ്ങൾ. അങ്ങനെയാണ് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഗ്ലാസ് ചായ കുടിക്കാട്ടോ. ഓരോ ഗ്ലാസ് ചായ കരമുറുണ്ട്, ബ്രെഡ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ ഭക്ഷണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതൊന്നും തുറന്നു നോക്കിയിട്ടില്ല. എന്താ അവരെ കാണിക്ക ഗ്ലാസ് വേണോന്ന് ചോദിക്കണം. പരമ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ മേഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മളെ ആശ്രമം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ പരമ്പ് വെച്ചിട്ടാണ് മേഞ്ഞിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓടുണ്ട്, കണ്ടില്ലേ ആ സൈഡ് കുറച്ച് ഓടുണ്ട്. വേറൊരു നമ്മുടെ അവിടെ അങ്ങനത്തെ ഓട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഓടുണ്ട്, കണ്ടില്ലേ അങ്ങനെ. പിന്നെ ഇതാ റൂമൊക്കെയും അതേപോലെ തന്നെയാണ്. പരമ്പ് വേറെ ലൈറ്റുണ്ടോ? ലൈറ്റുള്ളൂ അതാക്കി ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ കിടക്കുന്ന റൂമുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതാ കണ്ടില്ലേ പരമ്പാണ് ഇതൊക്കെ മേഞ്ഞിരിക്കുന്നത്. പരമ്പ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. നല്ല രസമായിട്ടാണ് കേട്ടോ വീടൊക്കെ. നല്ല സുഖാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനും. ഫാനൊന്നും ഇടേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും തണുപ്പും കാര്യങ്ങളാണ്. ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലേ, പാർവചേച്ചിയുടെ അല്ല അത്, ഇത് കൃഷ്ണൻ അതിന്റെ ഇതാണ്, ഇതിൻ്റെതാണ് കാളിയമർദ്ദന. അങ്ങനെ ഇനി നമുക്ക് കളരിയിലേക്ക് പോവാം. ഞാൻ ഇവിടെ ഉള്ളതൊക്കെ കാണിച്ചു തരാട്ടോ. നല്ല ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ചെമ്പരത്തി, ഇതാ നമ്മുടെ അവിടുത്തെ തുളസി, ഇതാ ഈ ചെടികൾ നിത്യകല്യാണി, ചെണ്ടുമല്ലി, ഇതാണ്ടല്ലേ ഇതാ എന്താ പറയുക മാങ്ങാനാറി, എന്താ ചെണ്ടുമല്ലികളാണ് ഇതൊക്കെ. ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ കളറുകളും ഉണ്ട് ഇവിടെ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇതാ കടലാസ് ചെടി, അപ്പുറത്ത് കുളമുണ്ട്. പിന്നെ ഇതാ ഇത് കളരി കേട്ടോ. ഇതിലാണ് പ്രതിഷ്ഠകളൊക്കെ വെച്ചണത്. പ്രതിഷ്ഠകളൊക്കെ ഇതിലാണ് കേട്ടോ വെച്ചണത്. അത് അടച്ചിട്ടിട്ടാണ്, അത് കാരണം ഒന്നും കാണില്ല. അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ടാണ്. കാരണം പ്രതിഷ്ഠകളൊക്കെ കെടാവിളക്ക് കത്തിച്ചിട്ടാണ് വെച്ചണത്. കണ്ടില്ലേ, ഇത് നാൽപ്പാമര വെള്ളത്തിൽ എല്ലാ സാധനങ്ങളൊക്കെ ഇതാക്കി നാൽപ്പാമര വെള്ളത്തിലാണ് കേട്ടോ. ഇതൊക്കെ നാൽപ്പാമര വെള്ളമാണ്. അതിലാണ് പ്രതിഷ്ഠകളൊക്കെ. അതാ ഈ സാധനം, ഈ എന്താ അതിനെ പറയുക, ആ വലിയ പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലാണ് നാൽപ്പാമര വെള്ളത്തിലാണ് ഈ പ്രതിഷ്ഠകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പീഠം എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കേട്ടോ. പിന്നെ ചേച്ചി താമസിക്കുന്നത് അതാ, പാറു ചേച്ചി താമസിക്കുന്നത് വീട് അതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെടികളും അതിൻ്റെ ഉള്ളിൽ തെച്ചി, പിച്ചകം, എല്ലാ സാധനങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, റോസാ ചെടി ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇതാ കുളം, ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞോളൂ. ഇതാ കണ്ടില്ലേ കുളം, വലിയൊരു കുളം. ഇവരുടെ സ്ഥലത്തുള്ള ഇതാണ് കുളം. ഈ കൃഷികൾക്കൊക്കെ വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കുളമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, എല്ലാവരും പിന്നെ പണിക്കാർ, നിറച്ച് പണിക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ വെള്ളം ഇതാക്കാനും എല്ലാത്തിനും ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ ചോറും കറികളൊക്കെ വെക്കുന്നത് ആ ഭാഗത്ത് പശുക്കളുണ്ട്, എല്ലാതും ഉണ്ട്. അത് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട നേരമായി. അപ്പം ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ വൈക്കോല് വെച്ചിട്ടുള്ള ഒരു ഇതാണ്, കൂടാരം പോലത്തെ ഒരു ഇതാണ്. എന്താ അതിനെ പറയുക, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. ഇനി ഭക്ഷണം, എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്താണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.